രാജ്യം നടുങ്ങിയ ഒരു വിമാന ദുരന്തം തന്നെയായിരുന്നു അഹമ്മദാബാദിൽ നടന്നത്. ആ ദുരന്തമുണ്ടായി 1 മാസം തികയുന്ന ദിവസം തന്നെയാണ് ഈ പ്രാഥമികമായുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ റിപ്പോർട്ടിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ടേക്ക് ഓഫ് ചെയ്ത സെക്കൻഡുകൾക്കകം വിമാനത്തിന് 2 എഞ്ചിനുകളുടെ പ്രവർത്തനം നിലച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അത് തന്നെയാണ് ഈ അപകടത്തിന് കാരണമായിട്ടും ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ അപകടം നടന്നതിന് ശേഷം നമുക്കറിയാം എങ്ങനെയാണ് ഈ അപകടം നടന്നത്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ള വലിയൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്തായാലും ഇതിനിടയാക്കിയത് എഞ്ചിനുകളിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഉണ്ടായിരുന്നു. അത് ഓഫായ രീതിയിലാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ്. അത് ആദ്യ സമയം തന്നെ ഈ വിമാനം പറത്താൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് ഓഫ് ആയ നിലയിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട്. ഇത് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ ശബ്ദരേഖയിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ 2 പൈലറ്റുകൾ തമ്മിലുള്ള സംസാരവും അതിലുണ്ട്. അതിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് ഈ സ്വിച്ചുകൾ എങ്ങനെയാണ് ഓഫ് ആയത് എന്നുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഓഫ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മറ്റൊരു പൈലറ്റ് പക്ഷേ അതിന് മറുപടി പറയുന്നത് താനല്ല ഇത് ഓഫ് ചെയ്തത്, എങ്ങനെയാണെന്നുള്ളത് അറിയില്ല എന്ന തരത്തിൽ തന്നെയാണ് അവർ മറുപടി പറയുന്നത് നമുക്ക് ഈ ശബ്ദരേഖയിൽ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. അതിനി അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിന്റെ സാങ്കേതിക വശങ്ങൾ ഉൾപ്പെടെയെല്ലാം അന്വേഷിക്കേണ്ടത് ആയിട്ടുണ്ട്. എന്തായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇതിൽ വലിയൊരു ദുരൂഹത തന്നെയാണ് ഇപ്പോഴും ബാക്കിയാവുന്നത്. ഇതിൽ ആദ്യഘട്ടങ്ങളിലേക്ക് ഒരു അട്ടിമറി സൂചനകൾ ഒക്കെ അത്തരത്തിൽ തന്നെയാണ് പുറത്തു വന്നിരുന്നത് വിവരങ്ങൾ. എന്തായാലും ഇതിൽ ഇനി എന്താണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് തീർച്ചയായും അറിയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതിന് കൂടുതൽ അന്വേഷണം വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ള കാര്യത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്ക് ഇന്ധനം എത്തുന്നത് നിയന്ത്രിക്കുന്നത് ഈ ഫ്യൂവൽ സ്വിച്ചുകളാണ്. വിമാനം എഞ്ചിനുകൾ പ്രവർത്തിക്കണമെങ്കിൽ ഇവ ആദ്യം ഓൺ ചെയ്യണം എന്നുള്ളതാണ്. അത്തരത്തിൽ എഞ്ചിൻ പ്രവർത്തനം നിർത്തണമെങ്കിൽ ഇവ ഓഫ് ചെയ്യുകയും വേണം. പക്ഷേ ഇതിപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചത് യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഇത് ഓഫായ നിലയിലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ സമയം തന്നെ പെട്ടെന്ന് ഇത് ഓൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് വീണ്ടും പ്രശ്നം ഗുരുതരമാവുകയും വിമാനം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. ഇതറിയാതെയെങ്കിലും കൈ തട്ടി സ്ഥാനം മാറുന്ന രീതിയിലല്ല ഈ സ്വിച്ചുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹത ബാക്കിയാവുകയാണ്. ഇതൊരു അട്ടിമറിയൊന്നും ആദ്യഘട്ടങ്ങളിലൊന്നും പറഞ്ഞിരുന്നില്ലെങ്കിൽ പോലും എന്താണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും നമുക്കറിയുന്നത് പോലെ ഒരു വലിയ ദുരന്തം തന്നെയായിരുന്നു സംഭവിച്ചത്. ഒരു യാത്രക്കാരനൊഴിച്ച് ബാക്കി എല്ലാവരും അപകട സമയം മരിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയം കൂടിയാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിപ്പോൾ പ്രാഥമികമായൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതിലാണ് ഇത്തരം വിവരങ്ങൾ ഉള്ളത്. ഇനി ഇതിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ സ്വിച്ച് ഓഫ് ആയ നിലയിൽ കണ്ടെത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു അന്വേഷണം ആവശ്യമാണ്. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘവും ഉള്ളത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വിമാനത്തിന്റെ എഞ്ചിനുകളിൽ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഈ വിമാനം ഓടിച്ച പൈലറ്റുമാരാണെങ്കിലും വളരെ പ്രഗത്ഭരായ ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അബദ്ധം സംഭവിച്ചതല്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ അന്വേഷണ സംഘമുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എത്രയും വേഗം തന്നെ ഈ അന്വേഷണം കണ്ടെത്തേണ്ടതാണ്. അന്വേഷണത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായി തന്നെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ 1 മാസം പിന്നിട്ടൊരു സമയത്ത് തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും വരും സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആവണി, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.